ഇനി നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് ഗ്ലിസറോൾ ആണ്. ഗ്ലിസറോൾ എന്ന് പറഞ്ഞാൽ ഇറ്റ് ഈസ് എ അനദർ ഫോം ഓഫ് ലിപ്പിഡ്. നമ്മൾ ഫാറ്റി ആസിഡ് പഠിച്ച പോലെ തന്നെയാണ് ഗ്ലിസറോൾ. ഇനി ഗ്ലിസറോളിന്റെ സ്ട്രക്ചർ നോക്കിയേ, CH2OH, CHOH, CH2OH. ഇത് നമുക്ക് എളുപ്പത്തിൽ വരയ്ക്കാൻ പഠിക്കാം. അതിനാദ്യം നമ്മൾ എന്ത് ചെയ്യണം? ഗ്ലിസറോളിന്റെ കെമിക്കൽ നെയിം പഠിക്കണം. ഗ്ലിസറോളിന്റെ കെമിക്കൽ നെയിം എന്താണ്? ഗ്ലിസറോൾ ഈസ് എ trihydroxypropane. Glycerol is a trihydroxypropane. ഇതാണ് ഗ്ലിസറോളിന്റെ കെമിക്കൽ നെയിം. എന്താണ് ട്രൈഹൈഡ്രോക്സി? ട്രൈ മീൻസ് 3, ഹൈഡ്രോക്സി മീൻസ് 3 OH. എന്താണ് ഈ പ്രൊപ്പെയിൻ? 3 കാർബൺ അടങ്ങിയ കോമ്പൗണ്ട് ആണ് പ്രൊപ്പെയിൻ. അപ്പൊ ഗ്ലിസറോൾ ഈസ് എ ട്രൈഹൈഡ്രോക്സിപ്രോപ്പെയിൻ. ട്രൈഹൈഡ്രോക്സി എന്ന് പറഞ്ഞാൽ 3 OH, പ്രൊപ്പെയിൻ എന്ന് പറഞ്ഞാൽ 3 കാർബൺ. നമുക്കിത് വരച്ചു നോക്കാം. 3 കാർബൺ, കാർബൺ 1, കാർബൺ 2, കാർബൺ 3. ഇനി നമ്മൾ ഈ 3 OH ഓരോ കാർബണിലേക്ക് കൊടുക്കാം. ഓക്കെ, അപ്പൊ നമ്മൾ എന്താ ഫില്ല് ചെയ്തത്? 3 കാർബൺ പ്രൊപ്പെയിൻ ഫില്ല് ചെയ്തു, 3 ഹൈഡ്രോക്സി, 3 OH ഓരോ കാർബണിലേക്ക് കൊടുത്തു. ഇനി ഒന്നാമത്തെ കാർബണിന്റെ വാലൻസി നോക്കാം. ഒരു വാലൻസി ഇവിടെ ബോണ്ടായിട്ട് പോയി, ഒരു വാലൻസി ഇവിടെ OH ആയിട്ട്, പക്ഷെ 2 വാലൻസി പെൻഡിങ് ആണ്. ആ 2 വാലൻസി നമ്മൾ എന്ത് കൊടുക്കുക? ഹൈഡ്രജൻ കൊടുക്കുക. അപ്പൊ CH2OH. ക്ലിയർ അല്ലേ? അപ്പൊ നോക്കി സ്ട്രക്ചർ നോക്കിയേ, CH2OH. ദെൻ രണ്ടാമത്തെ കാർബണിലേക്ക് വരാം. രണ്ടാമത്തെ കാർബൺ വരുമ്പോൾ എന്താ? ഇവിടെ ഒരു വാലൻസി ഫില്ലാണ്, ഇവിടെ ഫില്ലാണ്, ഇവിടെയും ബോണ്ട് ഫില്ലാണ്. ബാക്കി ഒരെണ്ണേ ബാക്കിയുള്ളൂ, അത് ഹൈഡ്രജൻ കൊടുക്കുക. അപ്പൊ CHOH. നോക്കിയേ, CHOH. ദെൻ ലാസ്റ്റ് കാർബൺ വരുമ്പോൾ ഇവിടെ വാലൻസി ഫില്ലാണ്, ഇവിടെയും ഫില്ലാണ്, പക്ഷേ ഈ 2 എണ്ണം ഒഴിഞ്ഞെടുക്കണം. അപ്പൊ CH2OH. വളരെ സിമ്പിൾ ആയിട്ട് നമുക്ക് പഠിക്കാൻ പറ്റി. എന്തുമാണ് നമ്മൾ വരച്ചത്? ട്രൈഹൈഡ്രോക്സി പ്രൊപ്പെയിൻ. പ്രൊപ്പെയിൻ എന്ന 3 കാർബൺ വരയ്ക്കുന്നു, ട്രൈഹൈഡ്രോക്സി 3 OH കൊടുക്കുന്നു. ബാക്കി നമ്മൾ എന്ത് ചെയ്യുക? അതാത് കാർബണിന്റെ വാലൻസി കറക്റ്റ് ആയിട്ട് ഫില്ല് ചെയ്താൽ ഒന്നാമത്തേൽ H2 വേണം, രണ്ടാമത്തേൽ H വേണം, മൂന്നാമത്തേൽ H2 വേണം. അപ്പൊ CH2OH, CHOH, then CH2OH. That is the structure of glycerol.